ഹലോ, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു, നാളെ അമ്പലത്തിൽ പോവാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു നാളെ ചൊവ്വാഴ്ച നല്ല ദിവസമാണ്, മുരുകൻ്റെ അമ്പലത്തിൽ പോയി തൊഴാൻ. അപ്പം ഞാനും അനുവും കൂടി പ്ലാൻ ചെയ്തു വന്ന് നാളെ പോവാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അച്ചുവിനെയും മനുവിനെയും ഒക്കെ റെഡിയാക്കി ഞങ്ങൾ പോവാണ്. ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് പോണത് കേട്ടാ. ആ മലയിലുള്ള ചീരക്കുഴി മുരുകന്റെ അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോണത് കേട്ടാ. അങ്ങനെ വഴികൾ താണ്ടി താണ്ടി ഞങ്ങൾ 4 പേരും അവിടെ എത്തി. കുറച്ച് ലേറ്റായി ഞങ്ങള്, കാരണം ഞങ്ങൾ അവിടെ കുറച്ച് ബ്ലോക്കിൽ പെട്ടു. അനു അച്ചു നേരത്തെ എത്തിണ്ടായിരുന്നു, ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി. ആദ്യം തന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോ തന്നെ നട അടച്ചിരിക്കുകയായിരുന്നു. ഭയങ്കര ഐശ്വര്യമായിരുന്നു. അപ്പൊ ഞങ്ങള് ചെന്നപ്പോ നട അടച്ചിരിക്കുകയെന്ന് ആദ്യം പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങള് ചുറ്റമ്പലത്തില് പ്രദക്ഷിണം വയ്ക്കാൻ പോയി. ചുറ്റമ്പലത്തില് പ്രദക്ഷിണം വയ്ക്കാൻ പോയി, പക്ഷെ അച്ചുവിന്റെ പിന്നാലെ ഉള്ള പ്രദക്ഷിണമാണ് നടന്നത്. അങ്ങനെ അച്ചുവിന്റെ പിന്നാലെ ഓടാണ് ഞങ്ങള്. ഓടി 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 ഒരു വഴിക്കായിട്ടുണ്ട്. അച്ചു ഒരു രക്ഷയുണ്ടായില്ല, ഭയങ്കര ഓട്ടായിരുന്നു. കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓടാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട് അവിടെ. അപ്പൊ പ്രദക്ഷിണമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നട തുറന്നു. നട തുറന്ന് ഞങ്ങള് തൊഴുതു, എല്ലായിടത്തും പോയി തൊഴുതു. നല്ല അമ്പലാട്ടാ. അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് സ്ഥലമുണ്ട്, വലിയ അമ്പല. അപ്പൊ ഞങ്ങൾ എല്ലായിടത്തും പോയി തൊഴുത് തിരിച്ചിറങ്ങാണ്. അങ്ങനെ ഞങ്ങള് തിരിച്ച് വണ്ടി കയറി. ഞാനും ആദ്യം അച്ചുവും കൂടി ഞങ്ങളുടെ ഡിയോയിലും അനു ബൈക്കിലുമാണ് വരണേ. അമ്പലം എന്ന് പറയുമ്പോ തന്നെ മനസ്സിൽ വരിക അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് ചായ കുടിക്കേണ്ട കാര്യമാണ്. ഞങ്ങളത് കാരണം അമ്പലത്തിൽ നിന്ന് നേരെ കൊടുത്ത് ചായ കടയ്ക്ക്. ഏത് നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടില്ലേ, ടീ ഹബ്ബ്, അവിടേക്കാണ് ഞങ്ങൾ പോണേട്ടാ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അവിടെ കയറാമെന്ന്. അപ്പൊ ഈ പോക്ക് അവിടേക്കാണ്. അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ പോവാണ്. ടീ ഹബ്ബാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഇങ്ങോട്ട് അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അച്ചുമണി അച്ഛൻ്റെ കൂടെ അനുവിൻ്റെ കൂടെയാണ് വന്നത്. തിരിച്ചു വരുമ്പോ അച്ചുമണി ഞങ്ങളുടെ കൂടെ ഡിയോയിൽ കയറി. പിന്നെ നിങ്ങൾ കാണുന്നത് അച്ചുമണിയുടെ ഓരോ പോസാട്ടോ. വീഡിയോ എടുക്കുമ്പോഴേക്കും ആള് ഭയങ്കര പോസിലാ. പിന്നെ ഞങ്ങൾ ചായക്കടയിലെത്തി, ചായ പറഞ്ഞു. ഞാനും അനുവും ആദ്യം ചായ പറഞ്ഞു, അച്ചുമണിക്ക് വട വാങ്ങി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വടയൊക്കെ അച്ചുമണി കഴിച്ചിരിക്കുകയാണ്. എന്താന്നറിയില്ല, എപ്പോൾ ചായക്കടയിൽ കയറിയാലും കറക്റ്റായിട്ട് സുബിതേച്ചി വിളിക്കും. അങ്ങനെ സുബിതേച്ചിയായിട്ട് വർത്താനം പറഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചിരുന്നു. അങ്ങനെ ചായ കൂടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങാണ്. വീട്ടിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. വീട്ടിലേക്ക് ഇറങ്ങാണ് എന്ന് പറയുമ്പോൾ വീട് ദൂരെയാണെന്ന് വിചാരിക്കരുത്, വീട് ഭയങ്കര അടുത്താണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് രാവിലെ അമ്പലത്തിൽ പോവുക, രാത്രി ചുട്ടകോഴിനെ പറപ്പിക്കുക. അതാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഞങ്ങൾ രാത്രി അൽഫാം കഴിക്കാൻ പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. എന്താ അവന്റെ സന്തോഷം! പുറത്തേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം ഞങ്ങളുടെ അച്ചുമണിക്കാണ് കേട്ടോ. അവന് ബൈക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവനാണ് ഏറ്റവും ഹാപ്പി. ഞങ്ങൾ ഹാപ്പിയാണ്, അല്ലാന്നൊന്നല്ല. അങ്ങനെ ഞങ്ങൾ അമലയിലാണ് പോണേ. അമലയില് ഷോപ്പിന്റെ പേര് മറന്നുപോയി ഗൈസ്, ഓർമ്മയില്ല. സംഭവം ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഓർഡർ ഒക്കെ ചെയ്യാറുള്ളതാണ്. ഷോപ്പിന്റെ അൺഫോർച്ചുനേറ്റ്ലി മറന്നുപോയി. എപ്പോഴത്തെയും പോലെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള പോക്കില് അച്ചുമണി അച്ചയുടെ കൂടെയാണ് വരിക. തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ കൂടെ വരിക. അപ്പോൾ പോക്കില് അച്ചുവും അനുവും കൂടി പോയി, ഞാനും അനുവും കൂടി ഡിയോയിൽ പോയി. ഞങ്ങളത് അമലത്താറായി. എല്ലാവരും അൽഫാം കഴിക്കേണ്ട ഒരു സന്തോഷത്തിലാണ്. എന്താണെന്നറിയില്ല, രാവിലെ വണ്ടി ഓടിക്കാൻ അത്ര സുഖം രാത്രി വണ്ടി ഓടിക്കുന്നില്ല. കാരണം എല്ലാവരും ബ്രൈറ്റ് ഇട്ട് വന്നിട്ട് കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വണ്ടി ഓടിക്കാൻ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ബാക്കിലും ആയിപ്പോയി. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങളുടെ വീടിന്റെ വഴിയിൽ അവിടെ നിന്ന് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, വണ്ടികൾ വന്നുകൊണ്ട്. അപ്പൊ അനു ആദ്യം പോയി. അപ്പൊ അനു ഏത് കടയിലേക്കാണ് പോണേന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. സാധാരണ അമ്മലേക്കാണ് പോവാറുള്ളത്. ഇനി പിന്നെ എങ്ങാനും മാറിയാലോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അനു അവിടെ അമലയിൽ എത്തണതിന് മുമ്പ് ഞങ്ങൾ എത്തി. കണ്ണ് കാണാണ്ടായാലും ഞാൻ വണ്ടി ഓടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ വണ്ടി ഓടിക്കുമ്പോ ഉള്ള ക്യാമറാമാൻ അനു ആണ് കേട്ടാ. അങ്ങനെ ഞങ്ങൾ അമലയിലെത്തി. അനു ആണ് പിന്നിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അമലയിൽ നിന്ന് ക്രോസ് ചെയ്തു. ഇതാണ് ഇവളുടെ മെയിൻ പോസ്, ഈ നിന്ന് വട്ടം കറങ്ങല്. എവിടെ പോയി കഴിഞ്ഞാൽ അനുവിന്റെ മെയിൻ ആണ് അവിടെ നിന്ന് വട്ടം കറങ്ങല്. അമ്പലത്തിൽ പോയപ്പോഴും വട്ടം കറങ്ങണ്ടായിരുന്നു, അൽഫാം കഴിക്കാൻ ഷോപ്പിന്റെ മുമ്പിലെത്തിയപ്പോഴും അനു വട്ടം കറങ്ങണ്ടായിരുന്നു.
ആദ്യം പറഞ്ഞത് ശരിയാട്ടാ, വട്ടം കറങ്ങൽ എൻ്റെ ഒരു മെയിൻ ഐറ്റം തന്നെയാ. അത് വേറൊന്നുമല്ല, എല്ലാവരും ഒരുമിച്ച് ഒരേ ഫ്രെയിമിൽ കിട്ടണമല്ലോ, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷെ ഇവരെല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങള് കടയിലെത്തി. അൽഫാമിനുള്ള വെയിറ്റിങ്ങിലാട്ടാ. അൽഫാമിന് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുറച്ച് നേരമല്ല, കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങളുടെ ക്ഷമയൊക്കെ പോയി തുടങ്ങിയിരുന്നു. അതിൻ്റെ ഇടയിൽ അച്ചുമണി നല്ല കളിയിലാണ്. ആൾക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടാ. വീട്ടിലെ ഫുഡ് കഴിക്കാനായിട്ട് ആള് ഭയങ്കര മടിയനാ. നമ്മള് പഠിച്ച പണി 18 പയറ്റിയാലും ആള് ഫുഡ് കൊടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ ആള് നല്ല ഫുഡ് അടിയാട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങള് വെയിറ്റ് ചെയ്യണതിന്റെ ഇടയിൽ അച്ചുമണി ഭയങ്കര കളിയിലാണ്. നല്ല സന്തോഷത്തിലാണ് ആള്. വെയിറ്റിങ്ങിന്റെ ഇടയിൽ ആദി വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്, അമ്മേനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരാള് പ്ലേറ്റും ആയിട്ട് വരണ്ട കേട്ടോ. അപ്പൊ ഞങ്ങളുടെ അൽഫാം എത്തിയിരുന്നു. പക്ഷെ അൽഫാം അല്ല ആദ്യം വന്നത്, സാലഡായിരുന്നു. അങ്ങനെ സാലഡും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അൽഫാം വന്നു. അങ്ങനെ അൽഫാം മുന്നിൽ കണ്ടതും പിന്നെ ചുറ്റുമുള്ളതൊന്നും കണ്ടില്ല, ഒറ്റ അറ്റാക്കായിരുന്നു എല്ലാരും കൂടി. അതിന്റെ ഇടയിൽ ആദ്യം ഏത് പീസാ വേണ്ടേന്ന് എന്നെ ചോദിക്കുന്നുണ്ട്, വലുത് വേണോ ചെറുത് വേണോ. എന്നിട്ട് അതിങ്ങനെ ചോദിച്ച് എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ അവള് വലിയ പീസ് തന്നെ അടിച്ചു മാറ്റി. അത് ഞാൻ അറിഞ്ഞില്ല എന്നാണ് അവള് വിചാരിച്ചത്. അല്ല ഗൈസ്, ഞാൻ ഇവിടെ വഞ്ചിച്ചതല്ല. ഞാൻ ഇവള് കണ്ടിട്ടുണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ വലിയ പീസ് എടുത്തതാ. ഞാൻ അച്ചുമണിയും കൂടി കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിയ പീസ് എടുത്തതാ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പീസ് കിട്ടിയ ആദ്യം ഞാൻ ഇവൾക്ക് വലുതാ കൊടുക്കാറ്. അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ പാത്രമൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ടാ. തിരിച്ചിറങ്ങിയപ്പോ ആസ് യൂഷ്വൽ അച്ചുമണി ഞങ്ങളുടെ കൂടെയാണ് വന്നത്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കാരണം ഇടയിലുള്ള കുറെ വീഡിയോസ് ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല, ഇന്ന് കുറച്ചധികം ബിസി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്രക്ക് തന്നെ ഉള്ളൂ. അപ്പൊ ശരി, ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.